നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി. NNR സ്കൂൾ ഓഫ് വിസ്ഡം ചാനലിൽ നമ്മളൊരു 200ഓളം പ്രഭാഷണം ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ യാദൃച്ഛികമായിട്ട് തുടങ്ങിയതാണ്. ഇതിലെ ചോദ്യങ്ങൾ പലതും പലരോടും ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ അങ്ങനെയാണ് ഈ പ്രഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ അത് ഓരോ പ്രഭാഷണവും പ്രിപ്പയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതല്ല. അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഓരോ ടോക്കും പ്രൊസീഡ് ചെയ്തത്. അപ്പം എന്താണ് ഇനി പുതിയതായിട്ട് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളിതിനകത്ത് വെസ്റ്റും ഈസ്റ്റും ഇവർ പറയും. നമ്മുടെ ഇപ്പം ഈസ്റ്റ് എന്നിവർ പറയുന്ന ഇന്ത്യയിലാണെങ്കിൽ നമ്മളിവിടുത്തെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുന്നത്, ഹിന്ദു ബേസ്ഡ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വേദങ്ങൾ 4 പഠിച്ചിരിക്കണം. ഉപനിഷത്ത് ഒരു 108 ഉപനിഷത്തുണ്ട്, പിന്നെ ഒരു 18 പുരാണമുണ്ട്. അപ്പം എനിക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ജിത്തു കൃഷ്ണമൂർത്തിയും രമണ മഹർഷിയും ആ ഒരു ലെവലിൽ, പിന്നെ കാട്ടുളയും നീൽ വോൾഷ്, കാട്ടുള, പിന്നെ ഗാരി സുക്കോ, പിന്നെ ദീപക് ചോപ്ര തുടങ്ങിയിട്ടുള്ള ടോപ്പ് സ്പിരിച്വൽ റൈറ്റേഴ്സിൻ്റെ ബുക്കിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പം പൊതുവേ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഇന്ത്യയിലെ ചർച്ച വരുമ്പോൾ ഇവിടെ എല്ലാം മഹാഭാരതവും ഭഗവത്ഗീതയും പുരാണങ്ങളും ഒക്കെ ഉള്ള പല പല കാര്യങ്ങളാണ്. ഇപ്പം ശാന്തി പർവ്വം എന്ന് പറയും മഹാഭാരതത്തിൽ. പിന്നെ അങ്ങനെ ഇപ്പം ഗീത തന്നെ 60ഓളം ഗീതയുണ്ട്. അപ്പം ഞാനിതെല്ലാം ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കുകയും ഈ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ബേസിക്കായിട്ട് ഇനി നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഹിന്ദു ഇതിലില്ല. ക്രിസ്ത്യാനിറ്റിയും പ്രഭാഷണങ്ങളിൽ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഇതും ഞാൻ ആഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളും, ടോപ്പ് 10 മതങ്ങൾ, 10ാമത്തത് ജൂതമതമാണ്. അവരാകെ 2 കോടി ആൾക്കാരെ മൊത്തം ലോകത്തുള്ളൂ. പിന്നെ ഇന്ത്യയിൽ 85% ഹിന്ദുക്കളാണ്, 80% ഹിന്ദുക്കളാണ്, പിന്നെ 15% മുസ്ലിം, പിന്നെ ഒരു 4-5 ഇതുണ്ട്, പിന്നെ ബുദ്ധിസം, ഇങ്ങനെയുള്ള ജൈനിസം. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമ്മുടെ ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം നോക്കിയിട്ട് എക്കാട്ടോളെ എന്ന് പറയുന്ന പവർ ഓഫ് നോ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രിസൈസായിട്ട് ജിത്തു കൃഷ്ണമൂർത്തിയും രമണ മഹർഷിയും അതേപോലെ തന്നെ പറയുന്ന, അല്ലെങ്കിൽ ഓഷോയെ അതേപോലെ പറയുന്ന ഒരാൾ എക്കാട്ടോളയാണ്. അപ്പോൾ എൻ്റെ ഒരു റീഡിങ് അതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രഭാഷണങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ഒരാൾ സംസാരിച്ചാൽ അവർ ദീപക് ചോപ്രയെക്കുറിച്ച് പറയുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എക്കാട്ടുളയോ നീൽ വോൾഷോ ഗാരി സുക്കോ അതുപോലെയുള്ള കാര്യങ്ങൾ, ആൽക്കമിസ്റ്റിന് ഇതുള്ളതും ഓട്ടോബയോഗ്രഫി ഒക്കെ ഇവിടെ ഉള്ളവർ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഡെപ്ത് ഈ സോർട്ടസ് ഒന്നും അല്ല. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ളൊരു വാദം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണിത് പോയിട്ടുള്ളത്. ഇവിടെ ഇല്ലാത്തൊന്നും അതിനകത്തില്ലെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ മതങ്ങളിലും ഉള്ളതിൻ്റെ എസൻസാണ് സ്പിരിച്വാലിറ്റി. അതൊരു തേനീച്ച തേൻ അന്വേഷിച്ച് പോകുമ്പോൾ ഇന്ന പൂവിൽ നിന്നല്ല, എല്ലാ പൂവിൽ നിന്നും തേനെടുക്കും. അതേപോലെ ആയിരിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ തിയോസഫിക്കൽ സൊസൈറ്റി അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം വിഭാസനയെക്കുറിച്ച് ഒരു ടോക്ക് നടത്താമോ മലയാളത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ചിലത് ഇംഗ്ലീഷിലാണ്, അപ്പം ചിലരത് മലയാളത്തിൽ ചെയ്യാം. അങ്ങനെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വെറുതെ എടുത്ത് നോക്കുമായിരുന്നു. ഒരു വർഷത്തിനിടയ്ക്ക് 200ഓളം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇനി എന്താണ് പറയുന്നത്, ഔട്ടർ സ്പേസിൽ അന്യഗ്രഹ ജീവികളുണ്ടോ, അവരെ എങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുള്ള ഈസോട്ടിക്കായിട്ടുള്ളത്, തന്ത്രയും മന്ത്രവും എല്ലാ സാധനവും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് പുതിയതായിട്ടൊന്നുമില്ല. പിന്നെ
നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ വരുമ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സൺഡേ ഒരു സ്പിരിച്വൽ ഗ്യാതറിങ്ങിൽ ചെന്നിരുന്നു. അപ്പം അവിടെ ഒരു ബുക്ക് വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഇൻ ദിസ് പാത്ത് വെൻ യു എൻ്റർ യു ഷുഡ് നോട്ട് ഡു എനിത്തിങ് ഫോർ യുവർ സെൽഫ് ഫോർ ഹിംസെൽഫ് ബട്ട് ഫോർ അതേഴ്സ് എന്നൊരു സെൻറ്റൻസ് വന്നു. അപ്പോൾ ഇത് ചർച്ച ചെയ്ത് വന്നപ്പോൾ പല ചോദ്യങ്ങൾ വന്നപ്പം ഒരു സീനിയർ മുസ്ലിം ഫ്രണ്ട് അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്, സ്പിരിച്വൽ സെൻറ്ററിൽ എന്തിനാണ് വരുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാര്യം നമ്മളിതിലെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇത് കിട്ടത്തുമില്ല, കൊടുക്കാനും പറ്റത്തില്ല എന്ന് നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വരുന്നത്, എന്താവശ്യത്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്താണ് പറയുന്നത്, എക്സിസ്റ്റിംഗ് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവർ മാത്രമേ സ്പിരിച്വൽ സെൻറ്റേഴ്സിൽ വരത്തുള്ളൂ. ബ്ലിസ്സിൽ നിൽക്കുന്നവരും പരമാനന്ദത്തിൽ എത്തിയവർ ഒരിക്കലും ഒരു സ്പിരിച്വൽ സെൻറ്ററിലും വരത്തില്ല. അപ്പം ഇനിയും നമുക്കെന്തോ കിട്ടാനുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് ഉള്ളത്. പിന്നെ ഒരു ഇത് നമ്മൾ പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ നല്ല ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗ്യാതറിങ്ങിൽ നമ്മൾ ഈ ഒരു ടോക്ക് നിരന്തരം സംസാരിക്കുകയും ഒരേ ഫ്രീക്വൻസിയിലുള്ളവരുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് 100 അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അത് പലരും പറയുന്നുണ്ട്, നമ്മളെവിടെയെങ്കിലും ചെന്നാൽ നമ്മളോളം ഉള്ളവരോ അല്ലെങ്കിൽ നമുക്ക് മേളിലുള്ളവരുമായിട്ട് നമ്മൾ ചേർന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊരു കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം വിപാസന ചെയ്തപ്പം അതിൽ വിപാസനയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഈ നിരന്തരം വിപാസന ബ്രത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ബ്രത്തിനെ കുറിച്ച് പറയുമ്പം ഈജിപ്റ്റ് തൊട്ടുള്ള എല്ലാ സ്ക്രിപ്ചേഴ്സിലും നമ്മൾ എടുക്കുമ്പം അതിലെ പല പ്രാക്ടീസിലും ഈ ബ്രത്ത് ഇവർ പറയുന്നുണ്ട്, ശ്വാസത്തിൻ്റെ. അപ്പോൾ 23,000 ശ്വാസമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കും തോറും നമ്മൾ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ വിപാസന ചെയ്തപ്പോഴും പറഞ്ഞതാണ്. കാര്യം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ മാറും. അപ്പോൾ നമ്മുടെ തോട്ടും മൈൻഡിൽ നിന്ന് മാറും. അതാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, അതിൻ്റെ ഡെപ്തിൽ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഇനിഷ്യൽ സ്റ്റേജിലാണ്. പക്ഷേ കുറേ കഴിയുമ്പം ഇത് നമുക്ക് പ്രാക്ടീസ് ആവും. അത് നമ്മളൊരു നീന്തൽ പഠിക്കുകയോ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെയാണ്. ആദ്യം നമ്മളിതൊക്കെ നോക്കണം, എത്ര ശ്വാസം ചിന്തകൾ വരുന്നുണ്ടോ, വിചാരം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കിത് നാച്ചുറലായിട്ട് വരും. അപ്പോഴാണ് ആക്ച്വലി നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉള്ളൊരു ചോദ്യം പലരും ചോദിക്കുകയാണ്, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പം ആ ചോദ്യത്തിന് നമ്മൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു സ്പിരിച്വൽ പാത്തിൽ വരുന്നവർക്ക് എന്ത് കിട്ടും എന്നാണ് ഇവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ എന്താ പറയുന്നതിനകത്ത്, നമ്മൾ 5 സെൻസിനെ കടന്ന് വരുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളില്ലാത്തൊരവസ്ഥ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്ന് കണ്ണടച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമ്മൾ തന്നെ നിലവിലുണ്ടോ എന്ന് നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്ത് നോക്കി, ഒരു ശ്രദ്ധ എടുത്ത് നോക്കി അവിടെ എന്താ സംഭവിക്കുന്നത്. നമ്മൾ ശരിക്കും കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇത് കണക്റ്റ് ആവുമ്പം അവിടുത്തെ അവസ്ഥ എന്താണ്? ആക്ച്വലി ഒന്നുമില്ല, നമ്മുടെ ശരീരമില്ല, നമ്മുടെ പേരില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ആ അവസ്ഥ. അപ്പോൾ ഇത് നമുക്ക് വല്ലപ്പോഴും ഒരു ധ്യാനത്തിൽ കിട്ടുന്നതെന്നുള്ളതല്ല, ഇത് 24/365 നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ അത് ഗ്രാജുവലി ആണ് ആ സംഭവം വരുന്നത്. ഇതിലൂടെ എത്തിയിട്ടുള്ളവരെല്ലാം 1-2 ദിവസം കൊണ്ട് എത്തിയവരല്ല. അപ്പോൾ അതൊരു
ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയവരാണ്. അപ്പം ഇതിങ്ങനെ നിരന്തരം നമ്മൾ ഈ പാത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ പാത്തെന്ന് പറയുന്ന വാക്ക് തന്നെ ആക്ച്വലി അങ്ങനെ പോലും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഭാസന പറഞ്ഞപ്പോൾ ഞാൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു. മൈൻഡ്ഫുൾനെസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ, മൈൻഡേ പാടില്ല. അപ്പോൾ പിന്നെ എന്താണ് ആക്ച്വലി? പിന്നെ സ്പേസേ ഉള്ളൂ. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു കലത്തിനകത്തുള്ള സ്പേസും പുറത്തുള്ള സ്പേസും ഒന്നാണെന്ന് പറയുന്ന കണക്ക് കലം നമ്മുടെ ശരീരമാണ്. ഇനി കണ്ടൻ്റ് എടുത്ത് നോക്കി 80% വാട്ടറാണ്, ബാക്കി എന്തോ കുറേ കെമിക്കലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കെമിക്കൽ കമ്പോണൻ്റാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കും തോറും ഇനി സെല്ലുകൾ പറയുന്നു, നമ്മൾ പറയുന്ന എല്ലാവരും എനർജി ആണെന്ന് പറയുന്നു, E=mc² എന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നു, അതിൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എത്ര ആറ്റം ഒരു ശരീരത്തിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ 7 crore ആറ്റംസ് ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലല്ല. നേരത്തെ പറഞ്ഞാണെങ്കിൽ പുറത്തും വെളിയിലിരിക്കുന്നത് എല്ലാം ഒന്നാണ്. അതിങ്ങനെ വ്യാപിച്ചിരിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒരു ഇല്യൂഷനാണ്. അപ്പോൾ ഈ ഫോമും ഇതും എല്ലാം ഇല്യൂഷനാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി റിയൽ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണ് നമ്മുടെ സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്തോന്ന് പറഞ്ഞത്? ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുന്നതാണോ, നമ്മുടെ കയ്യിലുള്ള പൈസ വേറൊരാൾക്ക് കൊടുക്കുന്നതാണോ, അല്ലെ പൈസ ഉണ്ടാക്കാൻ പാടില്ലയോ? അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എക്കാട്ടോളെ പോലെയുള്ളവരുടെ ഇഷ്ടംപോലെ സ്പീച്ചുകളുണ്ട്. ഇതിനകത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാര്യം ജിത്തു കൃഷ്ണമൂർത്തി ജീവിച്ചിരിപ്പില്ല. കാര്യം നമ്മൾ ജിത്തു കൃഷ്ണമൂർത്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തിയവർ പറയും, ജിത്തു കൃഷ്ണമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രഭാഷണവും എൻ്റെ ഇത് നടത്താൻ പാടില്ല, വേറൊരാളുടെ പുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ തർക്കിക്കും. രമണ മഹർഷിയും ഇത് എൻ്റർടൈൻ ചെയ്തിട്ടില്ല. പിന്നെ ആരാ? പിന്നെ ജീവിച്ചിരിക്കുന്ന എക്കാട്ടോളെ കേൾക്കുക. എക്കാട്ടോളെ പെർഫെക്റ്റ് ലൈനിലാണ് സംസാരിക്കുന്നത്. നമ്മൾ 200 വീഡിയോ ചെയ്തതും എടുത്ത് നോക്കിയാൽ എക്കാട്ടോളയും അതും തമ്മിൽ സെയിമാണ്. കണ്ടൻറ്റ് സെയിമാണ്. ഒന്നും ഇതിനകത്തില്ല എന്ന് പറഞ്ഞാൽ ലോകം പുറത്തില്ല, നമ്മളാണ് ലോകം. പിന്നെ അയാം എന്ന് പറയുന്ന ആരാണ്? ഈ ഐ ആരാണ്? ആം. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സയൻറ്റിഫിക്കലി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ അങ്ങനൊരവസ്ഥ ഇല്ല നമുക്ക്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ തിയറി പറയാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇത് ആർക്കും പറയാം. ഇന്ന് ആർക്കും ഒരു ബുക്ക് എഴുതാം, ഏത് സബ്ജക്റ്റിൽ വേണേലും ബുക്ക് എഴുതാം, ഏത് സബ്ജക്റ്റിൽ വേണേലും പ്രഭാഷണം നടത്താം, ഒരു പവർ പോയിൻറ്റും അല്ലെങ്കിൽ യൂട്യൂബിൽ ആർക്ക് വേണേലും നടത്താം. അതിൽ ഒരു കാര്യമില്ല. പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി നമുക്കിത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മുടെ 5 സെൻസസിലൂടെ നമുക്ക് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്കിത് എന്താണ് പറയുന്നത്, വാക്കുകൾക്ക് പരിമിതിയുണ്ട്. നമുക്ക് ഈ ഹാപ്പിനെസ് എന്നോ ജോയ് ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഹാപ്പിനെസ്സൊക്കെ സന്തോഷം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നതാണ്. പിന്നെ ആനന്ദം എന്ന് പറയാം, പരമാനന്ദം എന്ന് പറയാം, ബ്ലിസ് എന്നൊക്കെ പറയാം. ഇപ്പോൾ വാക്കുകൾക്ക് അതീതമാണ് ഈ സംഭവം. അപ്പം നമ്മൾ ഓരോരുത്തരും ഏത് പാതയിലാണോ, ഏത് മതത്തിലാണോ, അല്ലെങ്കിൽ ഏത് സ്പിരിച്വൽ ഓർഗനൈസേഷനാണോ, അതിനെ ഒന്നും തള്ളേണ്ട കാര്യമില്ല. അവരും ഇത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. വേണ്ടി വന്നാൽ കുറച്ച് കച്ചവട താല്പര്യങ്ങൾ കാണും, കുറേ പൈസയൊക്കെ അവർ പിരിക്കുമായിരിക്കും, പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും. അതിലൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ കൊടുക്കുക, നിർബന്ധപൂർവ്വം കൊടുക്കണ്ട. പക്ഷേ എസൻസ് ഒന്നാണ്. നമ്മുടെ പവർ, നമ്മുടെ ഇൻബിൽറ്റ് പവർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. നമ്മളാണത്. ഐ ആം ദാറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനാണ് കോൺഷ്യസ്നസ്. എന്നിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്. എല്ലാത്തിലും ഞാനാണ്, എല്ലാം ഞാനല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാണെന്നറിയാം എന്ന് വെച്ചാൽ ഞാൻ ദൈവമാണെന്ന് എനിക്കറിയാം, നിനക്ക് ദൈവമാണെന്ന് നിനക്കറിഞ്ഞൂടെ. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും ഉണ്ട്. ആരൊക്കെ ഇതറിയുന്നോ അവരെല്ലാം ഞാനാണ്.
ഇത് അജ്ഞതയിൽ നിൽക്കുന്നവരാരാണ്? അവർ ഞാനല്ല. എന്ത് രസകരമാണ് ഇത് കേൾക്കാൻ, എന്ത് സിമ്പിളാണ് ആക്ച്വലി. പക്ഷേ ഇതെവിടെ തട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സംസാരിക്കുന്ന പലരോടും സംസാരിച്ചിട്ട് അവർ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പുസ്തകം പറയും. ഞാൻ ആ പുസ്തകം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശാന്തി പർവ്വം കേട്ടു. നല്ല അതിഗംഭീരമാണ് മഹാഭാരതത്തിൽ. അതിൽ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ എന്തൊരു ഉദാഹരണങ്ങളാണ് പറയുന്നത് അറിയാമോ? അപാര ഉദാഹരണങ്ങളാണ്. ഒരാൾക്ക് ആഗ്രഹം വന്ന് അയാൾക്ക് മടിയനായിട്ടിരിക്കണം. അപ്പോൾ ചെടിയിലൊക്കെ കയറി പറിക്കണ്ടേ? അപ്പോൾ അയാൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ചെടിയിൽ കയറി കായൊക്കെ പറിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം അങ്ങനെയാണ് ഒട്ടകത്തെ ഉണ്ടാക്കിയത്. അങ്ങനെ ഒട്ടകത്തിന് പിന്നെ ഒട്ടകം എന്ന് ഉദ്ദേശിക്കുന്നത് സിംബോളിക്കാണ്. അപ്പോൾ ഈ ഒട്ടകം ചെന്ന് ഒരു ഗുഹയ്ക്കകത്ത് തല വെച്ചെന്നൊരു ചെന്നായി അതിനകത്ത് ചെന്നിരുന്ന് വിശന്നപ്പം ഈ തലയിൽ കയറി കടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ മടിയനായിട്ടിരിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതിനകത്ത്. നമ്മൾ കർമ്മം ചെയ്യണം എന്നുള്ളതാണ് അതിനകത്തൊരു എക്സാമ്പിൾ. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പാമ്പ് രാജകുമാരനെ കൊല്ലുന്നു. അവനെ പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്ന് പാമ്പിനെ കൊല്ലണമെന്ന് ചോദിക്കുമ്പം ആ രാജകുമാരി പറയുന്നത്, എൻ്റെ മോനെ കൊന്നത് അത് അതിൻ്റെ ധർമ്മമാണ്, അത് ലോ ഓഫ് കർമ്മ അനുസരിച്ചേ നടക്കത്തുള്ളൂ, കർമ്മസിദ്ധാന്തം അനുസരിച്ച്. ഇങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ഉദാഹരണങ്ങൾ പുരാണങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾ ഈ 18 പുരാണത്തിൽ കയറിയാൽ ചിലർ ഹനുമാനെ പറയും, ചിലർ ശിവനെ പറയും. തെറ്റില്ല. പക്ഷേ ഇതെല്ലാം കടന്നു പോകാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ കടന്നു പോയാൽ ഇത് ഉറക്കും. ഒരു സംശയമില്ല, ഉറക്കും. ഞാനിതിലൂടെയൊക്കെ പോയത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടോ എന്നറിയാനാണ്. ഒരു പുതിയ കാര്യവും പറയുന്നില്ല. എല്ലാം നിഷ്കാമ കർമ്മയാണ്. സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മളിലെ ചെറിയായി നമ്മുടെ പേര് ഞാൻ, ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന ആ കലം, അതിനെ കളയാനാണ് പറയുന്നത്. ഇതിലെന്ത് സംസ്കൃതം, എന്ത് ഇംഗ്ലീഷ്, എന്ത് കടുകട്ടിയായിട്ടുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. പിന്നെ നമ്മൾ ബേസിക്കായിട്ട് രാമായണം എടുത്ത് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, മഹാഭാരതം വായിച്ചാൽ മനസ്സിലാവത്തില്ല. അത് കഥകളാണ്. ഈ കഥകളുടെ മോറൽ ലെസൺസ് എവിടെയാണ്? നേരെ ഉപനിഷത്തും വേദത്തിലുമാണ്. വേദം മനസ്സിലാക്കാതെ വന്നാണ് അത് ഡൈല്യൂട്ട് ചെയ്ത് ഉപനിഷത്താക്കിയത്. ഉപനിഷത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഈ പുരാണങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ആൾക്കാരോട് ഇത് ചർച്ച ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ഇന്നത്തെ ടോപ്പ് സ്പിരിച്വൽ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ ആരോടാണ്? നിങ്ങൾ ചെടിയോട് അല്ലെങ്കിൽ സ്കൈ പ്രകൃതിയോട് നിങ്ങൾ പ്രതികരിക്കൂ. അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ അറിയുക? അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളില്ല. ഇനി നിങ്ങളുടെ പെറ്റ് ഡോഗ്, നിങ്ങൾ വളർത്തുന്ന ഡോഗ് അല്ലെങ്കിൽ നായ്, അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന പെറ്റ്സ്, പൂച്ച. സെൻ ബുദ്ധിസത്തിലൊക്കെ ഒരു റൂമും തന്നൊരു പൂച്ചയും കൂടെ തന്നുവിടും അവർ. അത് ഒരു അപാര ഫീലാണ്. നമ്മൾ വളർത്തുന്ന ഒരു പട്ടിയുടെ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിലൊന്ന് നോക്കി, അത് നമ്മളെ നോക്കുമ്പോൾ, നമ്മളതിനെ തൊടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാര്യം എന്താ പറയുക? അതിന് ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അത്. ഈ കൊച്ചുകുട്ടികൾ ഇക്വലൻ്റ് ഗോഡെന്ന് പറയുന്നത് എന്താ? അവരെ സെൻസസ് വളർന്നിട്ടില്ല, പഞ്ചേന്ദ്രിയങ്ങൾ വളർന്നു തുടങ്ങിയിട്ടില്ല, അവർ പ്യുവറാണ്. അതുപോലെയാണ് ഈ നമ്മൾ വളർന്ന പെറ്റ് ഡോഗ്. വൈൽഡ് അനിമൽസ് അല്ല ഞാൻ പറയുന്നത്. കാര്യം അവിടെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് അവിടെയാണ്. അപ്പം നമ്മൾ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളിത് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴുള്ളൊരു വിഷയം, അവർ പറയുന്നത് ശരിയാണ്, പക്ഷേ അവർ പറയുന്നതായിരിക്കത്തില്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളൊരു ഉപനിഷത്ത് പറഞ്ഞാൽ അവർ പുരാണത്തിലൊരു കാര്യമായിരിക്കും. പുരാണത്തിലൊരു കാര്യം പറയുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ എസൻസ് ഒന്നാണ്. അത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ അവിടെ ചെയ്യേണ്ടത് ആൾക്കാരോട് നമ്മൾ മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളോട് മാറ്റിവെക്കുക. നമ്മൾ പ്രകൃതിയോട് പ്രതികരിക്കുക. നമുക്ക് ആകാശത്തെ ഒന്ന് കണ്ടു നോക്കി. ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ചിലപ്പോൾ ബ്ലൂവും കാണത്തില്ല, വൈറ്റ് ഉണ്ട്, എന്തെല്ലാം കളറുണ്ട്, എന്തെല്ലാം ഷേപ്പാണ്. ഹിമാലയം കാണണമെങ്കിൽ അവിടുത്തെ മഞ്ഞുമലകൾ കാണണമെങ്കിൽ അവിടെ പോകേണ്ട, ആകാശത്തേക്ക് കണ്ടാൽ മതി. ചുറ്റും കേരളം മൊത്തം കായലും കടലും അല്ലേ.
എവിടെ നോക്കിയാലും കായലും കടലിലും എന്തൊരു സൗന്ദര്യമാണ്. 365 ദിവസത്തിൽ 150 ദിവസവും മഴ പെയ്യും. എന്തൊരു ഭംഗിയാണ് മഴയ്ക്ക്. മഞ്ഞ്, വെയിൽ, കിളികൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, രാവിലെ നമ്മുടെ വീട്ടിൽ എത്ര ചെറിയ വീടായിക്കോട്ടെ, ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ ബട്ടർഫ്ലൈയും കിളികളും വരുന്നുണ്ട്. ഇതൊന്നും കാണാതെ നമ്മൾ ഏതോ ഒരു പുസ്തകം വായിക്കുകയാണ്. ഏതാ ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, ഇനി എന്താണ്, അതിനുശേഷം എന്താണ് നമുക്ക് ഈ ഒരു ആദിയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ തടസ്സം. ഞാനത് വിശദമായിട്ട് ഗുരുഗീത, കൃഷ്ണഗീത, ഒരുവിധം എല്ലാം ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ. ഇനി പുസ്തകമൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇനി പ്രാക്ടീസാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ 200 പ്രഭാഷണങ്ങളെയും തള്ളണം. ഇതിൽ പിടിച്ചു നിൽക്കരുത്. ഇതിൽ പിടിച്ചു നിന്നാണൊരു പ്രശ്നം. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മളത് കേൾക്കാൻ തയ്യാറല്ല. നമ്മൾ ഇടപെട്ട കോൺഫ്ലിക്റ്റ് വരും. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ബുദ്ധൻ്റെ അടുത്ത് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ബുദ്ധൻ ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. ബുദ്ധൻ എന്ത് ചെയ്തു? ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല, എന്ന് വെച്ചാൽ സൈലൻസിലിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയുക. അല്ലാതെ നമ്മൾ ആമയെ പോലെ ആയിരിക്കണം. ആവശ്യമില്ലാത്തതിൽ ചെന്ന് തലയിടരുത്. തലയിട്ടാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ, ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ പാടില്ല. ചിന്തയെ വേണ്ട. എന്തുകൊണ്ടാ? ഓൾ ഇസ് ഡിവൈൻ, ഓൾ ഇസ് പെർഫെക്റ്റ് ആൻഡ് ഓൾ ഇസ് വെൽ. നമ്മുടെ ഈ ചാനൽ എത്ര ആവർത്തി പറഞ്ഞു. ഒരാളെ അടിക്കുന്നു, ഒരാളെ റേപ്പ് ചെയ്യുന്നു, ഒരാളെ കൊല്ലുന്നു. മുൻ ജന്മങ്ങളിൽ ഈ പാസ്റ്റ് ലൈഫൊക്കെ ഇന്ന് എല്ലാ മതങ്ങളും അംഗീകരിച്ചു. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആർക്കും ചെയ്യാം. ഇനി അതൊക്കെ അംഗീകരിച്ച് തന്നെ ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പം പോയ ജന്മത്തിൽ ഒരാൾക്ക് അടി കിട്ടി, ഈ ജന്മത്തിൽ അയാൾ അടി തിരിച്ചു കൊടുത്തു. അതെല്ലാം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള നേച്ചർ കൈകാര്യം ചെയ്തോളൂ. നമ്മൾ എന്താ, അത് പെർഫെക്റ്റാണ്. ഇനി നമുക്കെന്താ, നമ്മളിതിലേക്ക് കടക്കുമ്പം നമ്മൾ ഈ കർമ്മസിദ്ധാന്തത്തിന് എബവാണ്. വിസ്ഡം, നമ്മൾ വിസ്ഡത്തിലേക്ക് കിടക്കും. അതാണ് ഈ സ്കൂൾ ഓഫ് വിസ്ഡം. നമ്മൾ വിസ്ഡത്തിലേക്ക് കിടക്കും. വിസ്ഡം എന്താണ്? സർവ്വവ്യാപിയാണ്. ഏതാ? ഓമിനിപൊട്ടൻറ്റ്, ഓമിനിപ്രസൻസ് ആണ് പറയുന്നത്. എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുകയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. ഇതിന് എന്താണ് തടസ്സം? ഒരു തടസ്സവും ഇല്ല. ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ തടസ്സം പുസ്തകങ്ങളാണ്. ഏറ്റവും വലിയ തടസ്സങ്ങൾ പ്രഭാഷണങ്ങളാണ്. ഏറ്റവും വലിയ തടസ്സങ്ങൾ അതോറിറ്റിയാണ്. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്, ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അതോറിറ്റിയായി. ഞാൻ ഒരു സ്ഥലത്തും അത് പറഞ്ഞിട്ടില്ല, ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. കാര്യം അത് പറയാൻ പാടില്ല. കാര്യം മറ്റൊരാൾ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മളാവത്തില്ല, കോൺഷ്യസിൽ എത്താൻ പറ്റത്തില്ല. അത് പേഴ്സണാലിറ്റിയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയല്ലേ നമുക്ക് വേറൊരാളാവാൻ പറ്റൂ. അതിലൂടെ ഒരിക്കലും ഇത് റീച്ചബിൾ അല്ല. അപ്പം ഇത് നല്ല ക്ലാരിറ്റി ഉണ്ട്. ചാനലിൽ ഞാൻ നടത്തിയ പ്രഭാഷണങ്ങളിലെല്ലാം ക്ലാരിറ്റി ഉണ്ട്. ആകെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. പ്രോഗ്രസ് ചെയ്ത് തന്നെ പോകണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത്, ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഞാനിപ്പോൾ എക്കാട്ടുള്ളതെന്ന് പറയാൻ കാരണം, ദീപക് ചോപ്രയുണ്ട്, നീൽ വാൾഷ് ഉണ്ട്. ഇവരുടെയൊക്കെ ഡയറക്റ്റ് നമുക്ക് ലൈവ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവരെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദീപക് ചോപ്രയെ അറിയാവുന്നവർ, ദീപക് ചോപ്രയുടെ പുസ്തകം വായിച്ചിട്ടുള്ളവരുമായിട്ട് മാത്രമേ ചർച്ച നടത്താവൂ. അല്ലെങ്കിൽ നമ്മൾ കോഞ്ഞാട്ടയാവും, വഴിയാധാരമാവും. എക്കാട്ടോളെ അത് വായിച്ച് അതിൻ്റെ എസൻസ് ഉള്ളവരുമായിട്ടേ സംസാരിക്കാവൂ. നീൽ വാൾഷ്, കോൺവെർസേഷൻ വിത്ത് ഗോഡ്, ആ ലെവലിൽ അത് അക്സെപ്റ്റ് ചെയ്തവരുമായിട്ടേ സംസാരിക്കാവൂ. ഏത് ഗ്രന്ഥം ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നോ ആ ഗ്രന്ഥമാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെയാണ് കേൾക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയാം, ഇവർ തർക്കിക്കും, വാദിക്കും,
ഒരു വഴിക്ക് എത്തത്തുമില്ല, നമ്മളെയും പിടിച്ച് താഴെ ഇടും. ഇത് ഞാൻ പഠിച്ച പാഠമാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠമാണ്. ഇതുവരെയും ഞാൻ 100% പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ ആ ലെവലിൽ എത്തുമ്പോഴാണ്. ഇനി കഴിഞ്ഞ ദിവസം ബ്രീതിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ പറയാതെ പറ്റത്തില്ല. കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ ഡെപ്ത് ബ്രീതിങ്ങിലോട്ട് ചെല്ലുമ്പം ഇവർ പറയുന്നത്, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ 8 മീറ്ററും 12 അടിയാണ്. 8 മീറ്ററാണെന്ന് എൻ്റെ ഓർമ്മ കറക്റ്റ്. നമ്മുടെ എനർജി ഇങ്ങനെ നിൽക്കും. ഈ എനർജിക്കകത്ത് കയറുന്നവർക്കെല്ലാം ഈ പരമാനന്ദം ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീൽ കിട്ടുന്നത്. അത്ര പവർഫുള്ളാണ് നമ്മൾ. ഇതെല്ലാം പ്രൂവ്ഡാണ്. ഓറയൊക്കെ നമുക്കിന്ന് അളക്കാനുള്ള ക്യാമറയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഏതിനെ പ്രേതവും പിശാചിനെ അളക്കാൻ വരെ മെഷീനുണ്ടെന്ന്. കാലം മാറി. ഇനി നമ്മൾ പഴയ കാലത്ത് എന്തെങ്കിലും ട്രാക്കുള്ളയും അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ക്യാമറകളിൽ വരെ പതിയുന്നുണ്ട്, എല്ലാം പതിയുന്നുണ്ട്. അപ്പം നമ്മുടെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡായി. അതനുസരിച്ച് നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. ഞാൻ പറയാൻ വരുന്നത്, എക്കാർട്ട് ടോളെ കേൾക്കൂ, ദീപക് ചോപ്രയെ കേൾക്കൂ. ദീപക് ചോപ്ര ഇന്ത്യനാണ്. എക്കാർട്ട് ടോളെ രമണ മഹർഷിയുടെ ഒരു ശിഷ്യനാണ്. ബുദ്ധനെ പറയും, JK പറയും, നീൽ വാൾഷും, ഇവരെല്ലാം. ഇനി ഡോക്ടർ വെയിൻ ഡയർ പതഞ്ജലി യോഗയെക്കുറിച്ച് പറയും. ഇവരൊക്കെ ലോകം കീഴടക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ വേണ്ടി ഞാൻ ഇവരുടെയൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ്. റോണ്ട ബെയർ, സീക്രട്ടിൻ്റെ ഓതർ, അവരുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ്. അങ്ങനെ ഉള്ള ലോകം കീഴടക്കിയ ആൾക്കാർ എന്ന് പറയാൻ തിയറിറ്റിക്കലി അല്ല. പ്രഭാഷണം എങ്ങനെയാണ് നടത്തുന്ന ആൾക്കാർ? ഒന്നുകിൽ കേട്ടത് പറയും, അല്ലെങ്കിൽ വായിച്ചത് പറയും. പക്ഷേ ആത്മീയത എക്സ്പീരിയൻസ് ചെയ്തവരെന്ന് വേണം കേൾക്കാനുണ്ട്. അപ്പം ഞാനീ പറഞ്ഞവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ കേൾക്കൂ, അവരുടെ പുസ്തകം വായിക്കൂ. കാര്യം നമുക്ക് കൃഷ്ണനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അള്ളാഹുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കായിട്ടില്ല. 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് പോകുമ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ തന്നെ ഈ വഴി തെളിക്കണം. വേറൊരാൾ തെളിക്കുമെന്ന് വെയിറ്റ് ചെയ്യരുത്. ഒരു ഗുരു വന്നത് തെളിച്ചു തരുമെന്ന് വെയിറ്റ് ചെയ്യരുത്. വളരെ വളരെ ക്ലാരിറ്റിയുള്ള സിമ്പിൾ ഒരു കാര്യമാണ്. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ പുറകിൽ പോകരുത്. അത് നമുക്ക് തരുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്ന സെൻസേഷനാണ്. നല്ല ഭക്ഷണം നാക്കിലെ സെൻസേഷൻ, നല്ല പ്രഭാഷണം ചെവിയുടെ സെൻസേഷൻ, വായന കണ്ണിൻ്റെ സെൻസേഷൻ, ചെവിയുടെ സെൻസേഷൻ. അപ്പോൾ ഇതാണ് ഈ സെൻസേഷനാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഭക്ഷണങ്ങളെല്ലാം ഒരു മാസം ഒന്ന് ഒഴിവാക്കി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി. എന്ത് സംഭവിക്കും? ഇത് ചെയ്തു നോക്കണം. എനിക്കറിയാവുന്നവരുണ്ട് 12 വർഷമായിട്ട് ഭക്ഷണം കഴിക്കാത്തവർ. എനിക്കിന്നും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ്. സൂര്യപ്രകാശം കൊണ്ടുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം ആവശ്യമില്ല. ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് 27% എനർജിയെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത്? ആരോ പറഞ്ഞു നമ്മൾ കഴിക്കുന്നു. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല നമ്മൾ തലറങ്ങി വീഴും. വിറ്റാമിൻ ഗുളിക ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണോ സത്യം? അല്ല. നമ്മൾ ഈ ക്രൗഡ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ ഇലുമിനിറ്റി, ഫ്രീമേസൺ എന്നൊക്കെ പറയുന്ന വലിയ സീക്രട്ട് ഓർഗനൈസേഷനും എന്താണ് പറയുന്ന വേൾഡ് കോൺകർ ചെയ്തിട്ടുള്ള 13 കോർപ്പറേഷനുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ 85% ഒരു കമ്പനിയുടെയാണ്. ഉപയോഗിക്കുന്ന കാറുകളെല്ലാം 2 കോർപ്പറേഷൻ്റെയാണ്. ഫണ്ട് ചെയ്തിരിക്കുന്ന 2 കോർപ്പറേഷൻ. ഇതെല്ലാം ഫണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം എന്താ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ നിന്നാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്? ദയവ് ചെയ്ത് ഈ തട്ടുമുളപ്പൻ പുസ്തകങ്ങളും ഈ ചുമ്മാ ഒരു ലൈനിൽ കൂടെ കയറി പിടിച്ചിട്ട് എല്ലാം സ്പെഷ്യലിസ്റ്റ് ആൾക്കാരാണ്. ഒന്നെങ്കിൽ ഭാഗവതം സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ഭഗവത്ഗീത സ്പെഷ്യലിസ്റ്റ്, ഉപനിഷത്ത് സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ വിവേകാനന്ദ സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ജയകൃഷ്ണമൂർത്തി രമണമൂർത്തി സ്പെഷ്യലിസ്റ്റ്. ആ സ്പെഷ്യലിസ്റ്റൊക്കെ നമുക്കാവാം. പക്ഷേ തുടക്കം നമ്മൾ ആ തേനീച്ചയെ പോലെ എല്ലാത്തിലും ചെല്ലൂ. എല്ലാത്തിലെയും തേനൊന്നാണ്. എനിക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിയറി അല്ല പറയുന്നത്. ഞാൻ ഈ ചാനലിൽ
അതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓതൻറ്റിക് ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക് പവറാണ്. എന്ന് വെച്ചാൽ നമ്മളാണ് ട്രാൻസ്ഫോമർ. എന്നിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ വിക്രമാദിത്യന് വേതാളത്തിൻ്റെ കാര്യം പറഞ്ഞ് വേതാളത്തിൻ്റെ പുറകിൽ പോവുകയാണ്. പാടില്ല. പോയാൽ എന്തു പറ്റും? നമ്മൾ ഒരാളെ കണ്ടാൽ അവനെ ചണ്ടാളാന്ന് നമ്മൾ വിളിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചേന്ദ്രിയങ്ങളോട് കാണുമ്പോൾ നമ്മൾ അവൻ നീഗ്രമാണ്, ഇവൻ വൈറ്റാണ്, മറ്റേ ഇത് വരും. സ്വാഭാവികമാണ്. അതെത്ര വലിയവനാണെങ്കിലും വരും. കഥകൾ പിടിച്ചിട്ടില്ലേ? സാക്ഷാൽ ദേവി തന്നെ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി എന്ന് പറയുന്നില്ലേ? പിന്നെ കാളിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആൾ കാളിയെ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടില്ലേ? ഇതൊക്കെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സ്ഥിരം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വെറുതെ കിടന്ന് നമ്മൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു പുതിയ ടോപ്പിക്കുണ്ട്. ഇപ്പം ബ്രീതിങ് 24,000 ബ്രീതിങ് എന്ന് ഏതാ സമാധി സ്റ്റേറ്റിലും ഋഷിമാരുടെ ബ്രീതിങ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. കാര്യം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പോകുമ്പം ബ്രീതിങ് ലെവൽ കൂടും. അത് കട്ട് ചെയ്യുമ്പം മെഡിറ്റേഷൻ്റെ ബ്രീതിങ് ലെവൽ കുറവാണ്. അപ്പോൾ ഇതൊക്കെ പ്രൂവ്ഡാണ്. ഇന്നെല്ലാം പ്രൂവ്ഡാണ്. ബ്രെയിൻ സ്കാനും പല കാര്യങ്ങളും പ്രൂവ്ഡാണ്. മന്ത്ര തന്ത്ര എല്ലാം സാധനവും വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മുടെ എനർജി ഫ്രീക്വൻസി എവിടെയാണ്, നമുക്കതിനെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, അത് ആര് വഴി പറ്റും, അത് ടോപ്പ് ആൾക്കാരുടെ കൂടെ പോവുക. ഞാൻ 5 പേരുടെ പേര് പറഞ്ഞു. ഞാൻ 5 അല്ല 25 പേരുടെ പേര് ഒന്നും വേണ്ട, ഗൂഗിളിൽ ചെന്ന് അടിച്ചു നോക്കൂ. ടോപ്പ് 10 സ്പിരിച്വൽ പീപ്പിൾ എന്നുള്ളത് ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് എടുക്കുക, അതിലെ ടോപ്പിലെടുക്കുക. ഒരാളെ എടുത്താൽ മതി. ഇവിടെ എല്ലാം ടോക്കുണ്ട്, എല്ലാം ഫ്രീ ആണ്, ഒരു പുസ്തകവും വായിക്കണ്ട, എല്ലാവരുടെ ഓഡിയോ ബുക്കും എല്ലാം അവൈലബിളാണ്. അതെടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പല വഴിക്ക് പോയി യൂട്യൂബൊന്നും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയാണ്. ഇന്നിപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാം അവൈലബിളാണ്. അതുകൊണ്ട് ഓതൻറ്റിക് ആൾക്കാരെ ഫോളോ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്ക് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതിൽ കമൻറ്റ് തന്നെ ഇടുക. ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.